നന്നായി തന്നെ രുചിഭേദങ്ങൾ തേടിപ്പോവുകയും അവ ആവോളം ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് എൻ്റേത്. അയർലൻഡിൽ വന്നതിന് ശേഷം ഇത്തരം രുചിഭേദങ്ങൾ തേടിപ്പോകുന്നതിലേക്ക് ഒരു അലസത വന്നു എന്നുള്ളതൊരു സത്യമാണ്. കാരണം വിപരീതമായ കാലാവസ്ഥ, അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. അങ്ങനെ ഇരിക്കെ ഡബ്ലിനിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമുണ്ടായി. കാർ എടുക്കാതെ ബസ്സിൽ തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. കാരണം വഴി അത്ര കണ്ട് നിശ്ചയമില്ല. തിരക്കേറിയ നഗരത്തിൽ എവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം കിട്ടുമെന്ന് അറിയില്ല. എന്നീ കാരണങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾ ബസ്സിലാണ് യാത്ര തിരിച്ചത്. യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ കുട്ടികൾ ഏകകണ്ഠമായി പറഞ്ഞു, നമ്മൾക്ക് ഖത്തറിലെ പോലെ തന്നെയുള്ള അറബിക് ഫുഡ് കഴിക്കണം. ആ അഭിപ്രായത്തോട് ഞങ്ങളും യോജിച്ചു. കാരണം ഞങ്ങളും കൊതിച്ചിരിക്കുകയായിരുന്നു ഒരു അറബിക് ഫുഡിന് വേണ്ടി. അങ്ങനെ തപ്പിപ്പിടിച്ച് അങ്ങനെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നെത്തി. ഗ്രഹിണി പിടിച്ച കുട്ടികൾ ചക്ക കൂട്ടാൻ കണ്ടതുപോലെ എന്നുള്ള പ്രയോഗമുണ്ടല്ലോ, അതായിരുന്നു അവിടെ അരങ്ങേറിയത്. ഞങ്ങൾ ഓരോന്നോരോന്നായി രുചിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഖത്തറിലെ ഫുഡുമായി താരതമ്യം ചെയ്തതുകൊണ്ടാകാം ഞങ്ങൾക്ക് നിരാശയായിരുന്നു ഫലം. ആയതുകൊണ്ട് തന്നെയാണ് ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള പേരുകളോ മറ്റും പരാമർശിക്കാതെ കടന്നു പോകുന്നത്. ഭാര്യയ്ക്കും കുട്ടികൾക്കും അവരുദ്ദേശിച്ച രീതിയിലുള്ള ഭക്ഷണം കിട്ടാത്തതിലുള്ള നിരാശയായിരുന്നെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കിട്ടാത്തതിന് പുറമേ വലിയൊരു തുക നഷ്ടപ്പെട്ടതിൻ്റെ വേദന കൂടി പേറേണ്ടതായിട്ട് വന്നു. തെല്ല് നിരാശയോട് തന്നെ ഞാൻ സമയം പാഴാക്കാതെ മുന്നോട്ട് നടന്നു. നടപ്പിനിടയിൽ പരസ്പരം ഞങ്ങൾ മുഖം നോക്കി ആ പാട്ട് മനസ്സിലോർത്തു. ഓർമ്മകളെ കൈവള ചാർത്തി എന്നുള്ള ഗാനം. ഇങ്ങനെ മുന്നോട്ട് നടക്കവേ രണ്ട് സ്ത്രീകൾ ബെഞ്ചിലിരുന്ന് കുശലം പറയുന്നതായിട്ടുള്ള ഒരു സ്റ്റാച്ചു കണ്ടു. അവരുടെ മുഖഭാവത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തത് മരുമോളുടെ കുറ്റം പറയുന്നതായിട്ടാണ്. ഞങ്ങൾ അവരോട് ചേർന്ന് നിന്ന് അതൊന്ന് കേൾക്കാൻ ശ്രമിച്ചു. മരുമോളുടെ കുറ്റമാണോ എന്ന് നമ്മൾക്ക് അറിയണമല്ലോ. അല്ല, അവർ പറയുന്നത് മുമ്പ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗ് ആരോ മോഷ്ടിച്ചിട്ട് പോയ കഥയെക്കുറിച്ചാണ്. ഞാനൊന്ന് അമ്പരന്നു. ഈ പ്രതിമയുടെ ബാഗ് ആര് മോഷ്ടിക്കാനാണ്? അപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. 1988 ജാക്കി മെക്കൻ എന്ന ഒരു ശില്പിയാണ് ഈ വെങ്കല പ്രതിമ ഇവിടെ നിർമ്മിച്ചത്. പിന്നെ ആളുകൾ അടിച്ചുകൊണ്ട് പോകാതിരിക്കൂ, വെങ്കലമല്ല ഇരിക്കുന്നേ, അതായിരുന്നു അടിച്ചിട്ട് പോകാനുള്ള കാരണം. ഡബ്ലിനിൽ തന്നെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറായ അർണോട്ട്സിൽ എന്നുള്ള കടയിലെ ബാഗായിരുന്നു അത്. ഉദ്ഘാടനം നടന്ന് അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അതിലൊരു ബാഗ് ഏതോ ഒരുതൻ അടിച്ചു മാറ്റി. ആ കഥയാണ് അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. പിന്നീട് അധികൃതർ അതിനു പകരം മറ്റൊരു ബാഗ് അവിടെ സ്ഥാപിക്കുകയുണ്ടായി. എങ്കിൽ തന്നെ ആ ബാഗ് നഷ്ടപ്പെട്ടതിലുള്ള വേദന ഇപ്പോഴും അവർ പങ്കുവെക്കുകയാണ് എന്നെനിക്ക് തോന്നി. പിന്നീടും എനിക്കൊരു സംശയം മുന്നോട്ട് വന്നു. എന്തിനാണ് ഇത്രയും വിലപിടിപ്പുള്ള ഒരു പ്രതിമ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത്? അപ്പോഴാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കഥയും വരുന്നത്. അതായത് ജെയിംസ് ജോയ്സ്, ഓസ്കർ വെൽഡ്, ജോർജ് ബെർണാഡ് ഷാ എന്നീ ഡബ്ലിനിൽ താമസിച്ച ആളുകളെ അനുമോദിക്കുന്നതിനും ആദരിക്കുന്നതിനും വേണ്ടിയിട്ട് അധികൃതർ നഗരമധ്യത്തിൽ നിർമ്മിച്ചതാണ് ഈ പ്രതിമ. ജെയിംസ് ജോയ്സ് ആകട്ടെ ആധുനിക സാഹിത്യത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. 1928 അദ്ദേഹം രചിച്ച ഒരു നോവൽ വളരെ വിപ്ലവം സൃഷ്ടിച്ചതും എണ്ണമറ്റ എഴുത്തുകാരെ സ്വാധീനിച്ചതുമായ കൃതിയായിരുന്നു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള എഴുത്തുകാരിൽ ഒരാളായി അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആ കൃതിയുടെ പേര് യുലീസസ് എന്നാണ്. ജോർജ് ബെർണാഡ് ഷാ ആകട്ടെ ഒരു നാടകകൃത്തായിരുന്നു.
ആക്ഷേപഹാസ്യത്തിലൂടെ സമകാലീന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യർക്ക് അവബോധം നൽകുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി. 1926 നോബൽ സമ്മാനവും അദ്ദേഹം കരസ്ഥമാക്കി. അദ്ദേഹത്തിൻ്റെ പിഗ്മാലിയൻ എന്ന നാടകം മൈ ഫെയർ ലേഡി എന്ന സംഗീത നാടകത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആ സംഗീത നാടകം ഇന്നും പ്രചാരത്തിലുള്ളതാണ്. ഓസർ വെൽഡ് ആകട്ടെ എഴുത്തുകാരൻ, നാടകകൃത്ത്, കവി എന്ന നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. 1880കളിൽ വ്യത്യസ്തമായ ശൈലിയോടുകൂടി സാഹിത്യ സൃഷ്ടികൾ രചിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറി. 1890 ലണ്ടനിലെ ഏറ്റവും ജനപ്രിയ സ്വാധീനമുള്ളതുമായ നാടകകൃത്തുക്കളിൽ ഒരാളായി അദ്ദേഹം മാറുകയും ഒട്ടുമിക്ക നിരൂപകരും വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച നാടകകൃത്തായി അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു. 1891 അദ്ദേഹത്തിൻ്റെ ദാർശനിക ഫിക്ഷൻ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രീക്ക് സ്വവർഗ അനുരാഗ പ്രവർത്തനത്തിനുള്ള കടുത്ത അശ്ലീലതയ്ക്ക് ക്രിമിനൽ ശിക്ഷയ്ക്കും പേര് കേട്ടിട്ടുള്ളതാണ്. 3 അപൂർവ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ശില്പം അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അത് കേട്ടപ്പോൾ എൻ്റെ മുൻധാരണകളെല്ലാം മാറി. ഒരുപക്ഷെ അവർ ചർച്ച ചെയ്യുന്നത് ഈ പ്രഗത്ഭരുടെ കൃതികളെക്കുറിച്ചാകാം, അല്ലെങ്കിൽ അവർ നൽകിയ സംഭാവനകളെക്കുറിച്ചാകാം, അല്ലെങ്കിൽ അവർ സമൂഹത്തിനോട് എത്രമാത്രം കടപ്പെട്ടുകൊണ്ട് അവരുടെ കർത്തവ്യം ചെയ്തു തീർത്തു എന്നുള്ളതാകാം. ആകെ ഒന്ന് ചുറ്റും ഒന്നും കൂടി നോക്കിയതിന് ശേഷം ആ വെങ്കല ശില്പത്തിൻ്റെ സൗന്ദര്യം ഒരിക്കൽ കൂടി കണ്ണു നിറയെ കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു.